പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 2 പേജ് നമ്പർ 40 to 43 വരെയുള്ള പേജ് നമ്പറിലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അത് കണ്ട് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യുന്നത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ എഴുതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് ഓഫ് ദി ഫോളോയിങ് ആംഗിൾസ് യൂസിങ് യുവർ പ്രൊട്രാക്ടർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഡിഗ്രി മെഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ജോമെട്രി ബോക്സിൽ ഇതുപോലെയുള്ള ഒരു ടൂളുണ്ട്, അതിന് പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ വേണം നമ്മുടെ ആംഗിളിൻ്റെ വെർട്ടെക്സ് പോയിന്റിൽ വരാനായിട്ട്. ഇതാണ് ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഈ ലൈന് നമ്മുടെ ആംഗിളിൻ്റെ ഏതെങ്കിലും ഒരു ആമിൽ ആയിരിക്കണം വരുന്നത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ IHJ അല്ലെങ്കിൽ JHI എന്ന് പറഞ്ഞൊരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. ഒന്നെങ്കിൽ നമുക്ക് HJയിൽ നമ്മുടെ പ്രൊട്രാക്ടർ വെക്കാം. HJയിലാണ് വെക്കുന്നതെങ്കിൽ ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ വരണം. പിന്നെ ഈ ലൈൻ കറക്റ്റായിട്ട് പ്രൊട്രാക്ടറിലുള്ള ഈ 0 ഡിഗ്രിയിൽ പോകുന്ന ഈ ലൈൻ നമ്മുടെ ആംഗിളിൻ്റെ ആമിൽ വരണം. ഇനി തിരിച്ച് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഈ ലൈനിൽ വേണമെങ്കിലും വയ്ക്കാം. അന്നേരം കണ്ടോ, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ വരണം, ഈ 0 ഡിഗ്രി കൂടെ പോകുന്ന ലൈൻ ഈ ആമിൽ വരണം. എന്നിട്ട് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. നമുക്കിഷ്ടമുള്ള ആമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ വയ്ക്കുന്നു. വെർട്ടെക്സിൽ വെച്ചിട്ട് കണ്ടോ, കറക്റ്റായിട്ട് ഈ ലൈന് ആംഗിളിൻ്റെ മുകളിൽ വയ്ക്കുന്നു. ഇനി എത്രയാണ് ആംഗിൾ മെഷർമെൻ്റ് എന്ന് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ 0യിൽ നിന്നുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 2 സെറ്റ് മെഷർമെൻറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആംഗിളിൻ്റെ ആം എങ്ങോട്ടാണോ അവിടെ നിന്നുള്ള 0യിൽ നിന്നുള്ള മെഷർമെൻ്റ് ആയിരിക്കണം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിയാൽ 0യിൽ നിന്ന് വരുമ്പോൾ ഇവിടെ 40ക്കും 50ക്കും ഇടയ്ക്കാണല്ലേ, പക്ഷേ കറക്റ്റ് സെൻറ്ററിലല്ല വരുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഈ വരുന്ന ലൈൻ 45 ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക, 46, 47ലാണ് നമ്മുടെ അടുത്ത ആം കടന്നു പോകുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 47 ഡിഗ്രിയാണ് ഈ ഈ ആംഗിൾ. ഇനി അടുത്തതിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ HI എന്ന് പറയുന്ന ആമിലാണ് വെക്കുന്നത്. സർക്കിളിൻ്റെ സെൻറ്റർ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ വെക്കുക, ഈ ലൈൻ കറക്റ്റായിട്ട് വെക്കുക. ഇനി നമ്മൾ 0യിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ 0യിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ നോക്കിയേ, ഇവിടെ 20ക്കും 30ക്കും ഇടയ്ക്കാണ് ഇത്. ഈ 20യുടെയും 30യുടെയും ഇടയ്ക്ക് ഇത് 25 ആണല്ലേ, പക്ഷേ 25 വരെ ഇല്ല, അതിൻ്റെ ഇപ്പുറത്തൊരു ലൈനാണ്. അപ്പോൾ എത്രയാണ് വരിക? 24 ആണ് വരിക. അപ്പോൾ 24 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഇനി അടുത്തത് ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊട്രാക്ടർ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ 0യിൽ കൂടെ പോകുന്ന ലൈൻ നമ്മുടെ ആംഗിളിൻ്റെ ഒരു ആമിലായിരിക്കണം, ഇല്ലെങ്കിൽ മെഷർമെൻറ്റ് തെറ്റിപ്പോകും കേട്ടോ. അതേപോലെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ആംഗിളിൻ്റെ വെർട്ടെക്സിലാണോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കി കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഈ 0യിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം 110 വരെ ഇല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ 109 ആണ് ഈ ആംഗിൾ, 109 ഡിഗ്രി. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് ഫോർ ദി ആംഗിൾസ് ഗിവൺ ബിലോ. ഇവിടെയും ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കുന്നു, കറക്റ്റായിട്ട് വെക്കുക. ഇപ്പോൾ നോക്കിയാൽ എവിടെയാണ് വരുന്നത്? 40 കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെത്രയാണ്? 42 ഡിഗ്രി. ഇനി അടുത്തത് ഇത് നോക്കണം. ഇപ്പോൾ എത്രയാണ് ഇവിടെ വരിക? ഇവിടെ 110 കഴിഞ്ഞിട്ട്
110നും 120ക്കും ബിറ്റ്വീനാണ്. പക്ഷേ 115 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് കൂടെ ഉണ്ടല്ലേ. അപ്പോൾ എത്രയാണ്? 116. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ ഗിവൺ ബിലോ യൂസിങ് എ പ്രൊട്രാക്ടർ? അപ്പോൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഈ ആംഗിളിൻ്റെ നമുക്കിതാ ഇങ്ങനെ ഒരു കർവ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഈ ആംഗിൾ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഈ അകത്തെ ആംഗിളല്ല, പുറത്തെ ഈ ആംഗിൾ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ പുറത്തെ ആംഗിൾ നമുക്ക് എങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പ്രൊട്രാക്ടർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഈ ആംഗിളിന് ആംഗിൾ 1 എന്ന് പേര് കൊടുക്കാം, ഇതിന് ആംഗിൾ 2 എന്നും പേര് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആംഗിൾ 1 കണ്ടുപിടിക്കും. ഈ ഫുൾ ആംഗിൾ എത്രയാണ്? 360 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 360യിൽ നിന്ന് ഈ ആംഗിൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ ആദ്യം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ എത്രയാണ് കിട്ടിയത്? 100 ആണ് കിട്ടിയത് അല്ലേ. ഇതാ ഉണ്ടോ? 100 ഡിഗ്രിയാണ് അകത്തെ ആംഗിൾ. അപ്പോൾ ഇവിടെ 100 എന്ന് എഴുതി. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഇനി ആംഗിൾ 2 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമ്മൾ 100 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുന്നു. ഈ 100 അങ്ങ് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കിട്ടും. അപ്പോൾ എന്ത് വരും? 260 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ 2 എന്ന് പറയുന്നത് 260 ഡിഗ്രിയാണ്. അടുത്ത 5th ക്വസ്റ്റ്യൻ, മെഷർ ആൻഡ് റൈറ്റ് ദ ഡിഗ്രി മെഷേഴ്സ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഇനി ഈ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം മെഷർ ചെയ്തിട്ട് നമ്മൾ ഡിഗ്രി മെഷർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാം കേട്ടോ. കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ വെക്കുക, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0യിൽ നിന്ന് കൗണ്ട് ചെയ്യുക. കറക്റ്റ് 80 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് 80 ഡിഗ്രി. ഇനി അടുത്തത് സെക്കൻഡ് വൺ നോക്കിയേ എത്രയാണ് വരുന്നത്? ഇതാ ഇവിടെ വരും അല്ലേ, 120 ഡിഗ്രി. അടുത്തത് തേർഡ് വൺ നോക്കിയേ. തേർഡ് വൺ എത്രയാണ്? 60 ഡിഗ്രി. 0യിൽ നിന്നുള്ള ഈ അകത്തുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 60 ഡിഗ്രി. ഇനി അടുത്തത് ഇത്. ഈ ആംഗിൾ വരുമ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളതാണ് നോക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആം ലെഫ്റ്റ് സൈഡിലോട്ടാണ് അല്ലേ. അപ്പോൾ ഈ പുറത്തുള്ള 0യിൽ നിന്നുള്ള ഈ മെഷർമെൻറ്റാണ് നോക്കുന്നത്. എത്രയാണ് വരിക? 130 ഡിഗ്രി. പുറത്തുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ലൈൻ എവിടെയാണോ അവിടുന്ന് 0യിൽ നിന്നുള്ളതാണ് നോക്കുന്നത്. 130 ഡിഗ്രി. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ ആം. അപ്പോൾ ഈ അകത്ത് 0യിൽ നിന്നുള്ള ഇത് എത്രയാണ് വരുന്നത്? കറക്റ്റ് ഇതാ ഈ മിഡിലാണ് വരുന്നത്. അപ്പോൾ 125. ഇനി അടുത്തത് ഈ 0യിൽ നിന്നുള്ളതാണ് നോക്കുന്നത്. 60 കഴിഞ്ഞ് 2 പോയിൻ്റ് കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എത്രയാണ് വരിക? 62 ഡിഗ്രി. അപ്പം ആംഗിൾ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായിട്ട്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് ഓഫ് ആംഗിൾ BXC, ആംഗിൾ CXC, ആംഗിൾ AXB ആൻഡ് ആംഗിൾ BXC. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമായിരുന്നു. ഇവിടെ ഈ പിക്ചർ നോക്കിയിട്ട് നമ്മൾ പറയണം. അപ്പോൾ ആദ്യം ആംഗിൾ BXC, അതായത് ആംഗിൾ BXC എന്ന് പറയുന്നത് ഇതാ BXE, ഈ ഒരു ആംഗിളാണ് ആംഗിൾ BXC എന്ന് പറയുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും വരിക? ആംഗിൾ BXC ഇതാ XC എന്ന് പറയുന്നത് ഈ സൈഡിലാണല്ലേ. അപ്പോൾ നമ്മൾ ഈ 0യിൽ നിന്ന് ഇങ്ങോട്ട് വേണം നോക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ 110നും 120ക്കും ബിറ്റ്വീനാണ്. അപ്പോൾ എന്ത് വരും? 110 കഴിഞ്ഞിട്ട് 115 നേരെ സെൻറ്ററിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 115 എന്ന് പറയാം. അപ്പോൾ ആംഗിൾ BXE എന്ന് പറയുന്നത് 115 ഡിഗ്രിയാണ്. ഇനി അടുത്തത് CXE, ഇതാ ഈ ആംഗിള്. അപ്പോൾ XE ഇതാ ഇവിടെ ആണ് ഈ സൈഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള 0 നമ്മൾ നോക്കുന്നു. 80യുടെയും 90യുടെയും
കറക്റ്റ് മിഡിലാണ്. അപ്പോൾ എത്ര നമുക്ക് എഴുതാം? 85 എന്ന് എഴുതാം. ആംഗിൾ CXC ഈസ് ഈക്വൽ ടു 85 ഡിഗ്രി. അടുത്തത് ആംഗിൾ AXB. AXB ഇങ്ങനെയാണ് വരിക. അപ്പോൾ AX പ്രൊട്രാക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻക്രീസ് ആകുന്ന നമ്പർ വേണം നോക്കാൻ. 0യിൽ നിന്ന് 50, 60 എന്ത് വരും? 65. കറക്റ്റ് 60യുടെയും 70യുടെയും സെൻറ്ററിലാണ്. അപ്പോൾ 65. ഇനി അടുത്തത് ആംഗിൾ BXC. അതായത് ഈ ആംഗിളാണ് ആംഗിൾ BXC. അപ്പം നമ്മുടെ പ്രൊട്രാക്ടർ 0യിലൊന്നും വരുന്നില്ല, അല്ലാതെയാണ് നമുക്ക് ആംഗിൾ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ BXC എങ്ങനെ കണ്ടുപിടിക്കാൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, AXCയിൽ നിന്ന് ഇത്രയും പോർഷൻ അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? BXC കിട്ടും. ഞാനിങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് AXCB. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 0യിൽ പോകുന്നത് AX ആണല്ലേ. അപ്പോൾ നമുക്ക് AXC എത്രയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഇത്രയും ആംഗിൾ അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? BXC കിട്ടും. അപ്പോൾ AXC എന്ന് പറയുന്നത് എത്രയാണ്? 95. അപ്പോൾ 95 ഡിഗ്രിയിൽ നിന്ന് AXB മാറ്റിയാൽ, അതായത് 65 ഡിഗ്രി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 30 ഡിഗ്രി. അപ്പോൾ BXC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മീഡിയം ലെങ്തിലുള്ള ഇതിലാണ് നമ്മുടെ ആം ഇരിക്കുന്നത്. അപ്പോൾ 5 ആണല്ലേ. അപ്പോൾ 5, 10, 15, 20, 25, 30. കണ്ടല്ലോ, കറക്റ്റ് നമുക്ക് 30 കിട്ടി. ഒന്നെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. AXCയിൽ നിന്ന് ഇത്രയും ആംഗിളിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് ഓഫ് ആംഗിൾ PQR, PQS ആൻഡ് PQT. അപ്പോൾ ആദ്യം ആംഗിൾ PQR. PQR എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ആംഗിൾ PQR. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ട് എടുത്തിട്ട് കറക്റ്റ് മിഡിലിൽ വെച്ച് നോക്കുക. ഇവിടെ 0യിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ എത്രയാണ് വരിക? കറക്റ്റ് 40ക്കും 50ക്കും ബിറ്റ്വീനാണ്. കറക്റ്റ് ആ മിഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് 45 ഡിഗ്രി. PQR ഈസ് 45 ഡിഗ്രി. അടുത്തത് ആംഗിൾ PQS. ഈ ആംഗിളാണ്, ഇങ്ങനെ പോകുന്ന ഈ ആംഗിളാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് നോക്കുക. എത്രയാണ് വരുന്നതെന്ന് നോക്കിയേ? 0യിൽ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് 100 ഡിഗ്രി. ഇത് ഈ മൊത്തം ആംഗിളാണ് കേട്ടോ, ഇത്രയും വരുന്ന ആംഗിളാണ്. ഇത് 100 ഡിഗ്രി. അടുത്തത് ആംഗിൾ PQT. PQT എന്ന് പറയുന്നത് ഈ പുറമേയുള്ള ഈ ആംഗിളാണ്. ഈ 0യിൽ നിന്ന് തന്നെ ഇങ്ങോട്ടാണ് നോക്കുന്നത്. കറക്റ്റ് 150 ഡിഗ്രിയാണ് ആംഗിൾ PQT. 150 ഡിഗ്രി. ഇതല്ല, വളരെ സിമ്പിളാണ് മെഷർ ചെയ്യാൻ. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ. Measure all the 3 angles of the triangle shown in figure A given below and write the measures down near the respective angles. Now add up the 3 measures. What do you get? Do same for the triangle B and C. അപ്പോൾ ഈ 3 ആംഗിൾസിലെ ഫസ്റ്റ് ഫിഗർ ഇതാണ്, A ഇതാണ്. ഇത് ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും മെഷർ ചെയ്തിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ 3 എണ്ണവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കുക. അതേപോലെ തന്നെ ഈ Bക്കും Cക്കും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആംഗിൾസ് മെഷർ ചെയ്യാം. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ് വരിക? 45 ഡിഗ്രിയാണ്. കറക്റ്റ് 40ക്കും 50ക്കും ബിറ്റ്വീനാണ്. അപ്പോൾ സോ ആംഗിൾ A ഈസ് 45 ഡിഗ്രി. ഇനി അടുത്തത് ആംഗിൾ B. ആംഗിൾ B ഇങ്ങോട്ടാണ് നമ്മുടെ ആംഗിളിൻ്റെ ആം. അതുകൊണ്ട് ഈ 0യിൽ നിന്നുള്ളത് നോക്കുന്നു. 60ക്കും 70ക്കും കറക്റ്റ് ബിറ്റ്വീനാണ്. അപ്പോൾ 65. ഇനി അടുത്തത് ആംഗിൾ C കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ C കറക്റ്റായിട്ട് വെക്കുക. നോക്കി എത്രയാണ് കിട്ടിയത്? ഇവിടുന്നാണ് കറക്റ്റ് നമുക്ക് 70 കിട്ടി.
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 45 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി എത്ര വരും? 45 പ്ലസ് 65 ഈസ് 110. 110 പ്ലസ് 70 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എത്രയാ? 60 കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ 62 ഡിഗ്രി. അടുത്ത് ആംഗിൾ ബി, ആംഗിൾ ബിയും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇതാ നോക്കിയേ, കറക്റ്റ് 62 തന്നെയാണ് കിട്ടുന്നത്. അടുത്ത നോക്കിയേ, ഇവിടെ നിന്നാണ് നമ്മുടെ ആം ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഈ 0-യിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് വയ്ക്കുക. നോക്കിയേ എത്രയാണ് വരുന്നത്? 50 കഴിഞ്ഞിട്ട് ഇതാ ഒരു പോയിൻ്റ് കൂടെ ഉണ്ടല്ലേ, അപ്പോൾ 56. അപ്പോൾ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 62 ഡിഗ്രി പ്ലസ് 62 ഡിഗ്രി പ്ലസ് 56 ഡിഗ്രി ഈസ് ഈക്വൽ ടു 62 പ്ലസ് 62 ഈസ് 124 പ്ലസ് 56 എന്ത് കിട്ടും? 180 ഡിഗ്രി. ഇനി ലാസ്റ്റ് വൺ. ഇവിടെ നമുക്ക് 3 ആംഗിളുകളും മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ആംഗിൾ എ 30 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ആംഗിൾ സി 98 ആണ് വരുന്നത്, 100 ഇല്ല, 98 ഡിഗ്രി. അടുത്തത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 52 ഡിഗ്രി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 30 പ്ലസ് 98 ഈസ് 128 പ്ലസ് 52 ഈസ് 180 ഡിഗ്രി. അപ്പം 3 ആംഗിളുകൾ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. വി ഒബ്സർവ് ദാറ്റ് ദ സം ഓഫ് ഓൾ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫിഗറിറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത ഫിഗറിറ്റ് ഔട്ടും അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.